പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി, ഇതെൻ്റെ മോൾ അനറ്റ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 30/1/2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ മോളുടെ കൈ മേലെ തൂണ് കയ്യിൽ വീണ് ഇടത്തെ കൈ 4 വിരലൊടിയുകയും കൈയുടെ ഉള്ളം കൈയിലെ എല്ല് മുഴുവൻ പൊടിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് സർജറി ചെയ്യുകയും അതിനുശേഷം അവളുടെ വലത്തെ കയ്യിൽ വിറയൽ അനുഭവപ്പെടുകയും അവൾക്ക് എഴുതാൻ പറ്റാതാവുകയും ചെയ്തു. ഇടത്തെ കൈക്ക് 2ാമത്തെയും 3ാമത്തെയും സർജറി ചെയ്യേണ്ടി വന്നു. അതിനുശേഷം അവളുടെ വലത്തെ കൈ പൂർണ്ണമായി വളഞ്ഞു പോയി. ഡോക്ടർ പറഞ്ഞു, ഇനി ഇത് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ കൈ പൂർണ്ണമായും വളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എങ്കിലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ കാശിരൂപം തരികയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ഉണ്ടായി. അതേ തുടർന്ന് ഞങ്ങൾ എന്നും ഇവളുടെ കയ്യിൽ കുരിശ് വരച്ച് ഉടമ്പടി തൈലം തേക്കുമായിരുന്നു. ഇവളുടെ വലത്തെ കയ്യിൽ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. അവസാനം ഡോക്ടർ അത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി സർജറിക്ക് അനസ്തേഷ്യ ചെയ്തു. പക്ഷേ ഈ സർജറിക്ക് കൊണ്ടുപോകുന്നതിന് ഒരാഴ്ച മുൻപ് ഇവൾ ഞങ്ങളോട് പറയുകയുണ്ടായി, ഞാനൊരു സ്വപ്നം കണ്ടു, എന്നെ ആരും ഓപ്പറേഷൻ ചെയ്യുകയില്ല, ആ കൈ അല്ലാതെ തന്നെ സുഖപ്പെടുത്തുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അനസ്തേഷ്യ ചെയ്ത് കഴിഞ്ഞ് എന്നെ പുറത്തിറക്കുമെന്ന് ഇവൾ പറഞ്ഞു. ഇവളെന്താ ഇങ്ങനെ പറയണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അതേപോലെ തന്നെ കയറ്റി. ഓപ്പറേഷന് ഞാൻ ഡ്രസ്സ് മാറ്റുമ്പോൾ ഇവൾ എന്നോട് പറയുന്നുണ്ട്, എന്നെ ഓപ്പറേഷൻ ആരും ചെയ്യില്ല, ഞാൻ ഇതേപോലെ തന്നെ തിരിച്ചു വരും. അങ്ങനെ ഇവൾ ഓപ്പറേഷന് കയറ്റി. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അറിയില്ല. അതിനുശേഷം ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഞങ്ങളോട് ഡോക്ടർ വന്ന് ഇവളെ കാണിക്കണത്. ഇവളെ കാണിക്കുമ്പോൾ ഇവൾക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തില്ല, ഓപ്പറേഷൻ ചെയ്യണയ്ക്ക് മുമ്പേ അനസ്തേഷ്യ ചെയ്ത വഴി കൈ ലൂസായി നിവരാൻ തുടങ്ങി. നിവർന്ന് കൈ അങ്ങനെ അടച്ച് കെട്ടാണ് ചെയ്തത്. അവർ ഫോണിലാണ് കാണിച്ചു തന്നത് ഇവളുടെ കൈ നിവർന്നതായിട്ട്. അതിനുശേഷം ഡോക്ടർക്ക് ഡൗട്ടായി. ഡോക്ടർക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല കൈ കെട്ടിവെച്ചെങ്കിലും. 1.5 മാസം കഴിഞ്ഞ് പിന്നെയും ഡോക്ടർ കൈ കെട്ടഴിക്കുമ്പോഴും ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഇതെന്താവുമെന്ന്, നമുക്ക് അഴിച്ചു നോക്കാമെന്ന് പറഞ്ഞാണ് അഴിക്കണേ. അഴിച്ചു നോക്കിയപ്പോൾ ഇവളുടെ കൈ പൂർണ്ണമായിട്ടും നിവർന്നിട്ടുണ്ടായിരുന്നു. നിവർന്നു എന്ന് മാത്രമല്ല, 2 വർഷമായിട്ട് ആ കയ്യിലൊന്നും എഴുതിയിട്ടില്ല. ഇവളുടെ എക്സാം പോലും ഇവൾ സ്ക്രൈബിലാണ് എഴുതിയേക്കുന്നത്. വേറെ ടീച്ചർമാർ വെച്ച് വേണം എഴുതാൻ. അത് നമ്മളുടെ സബ്ജക്റ്റിനുള്ള ടീച്ചർമാരൊന്നുമല്ല വരാ. ഇവൾ പഠിച്ചത് പറഞ്ഞു കൊടുത്തത് മാത്രമേ അവർ എഴുതുള്ളൂ. അതിനിടയിൽ ഇവൾ സ്കൂളിലൊന്നും മിക്ക ദിവസവും പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല. +1നും +2നും ഇവൾ സ്കൂളിൽ മിക്ക ദിവസവും പോയിട്ടില്ല. 2 കൈയിലും കെട്ടായിട്ടാണ് നടന്നിട്ടിരുന്നത്. ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇവളുടെ 2 കൈയിലും കെട്ടായിരുന്നു. അതിനുശേഷമാണ് ഡോക്ടർ അഴിച്ചപ്പോൾ അത്ഭുതപ്പെട്ടത്. ഡോക്ടർ ഇപ്പോഴും പറയുന്നത് ഈ കൈക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് ഇനിയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ്. MRIയിലൊന്നും കാണിക്കുന്നില്ല, എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു തന്ന്. അങ്ങനെ ഇവളുടെ കൈ കൊണ്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഇവളിപ്പോൾ തന്നെ എഴുതുന്നുണ്ട്. എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് കയ്യിൽ എഴുതാൻ പറ്റിയത്. അതുമാത്രമല്ല, ഇവളുടെ എക്സാമിന് ഇവൾ കരഞ്ഞിട്ടാണ് ഒരു ദിവസം വരാം വീട്ടിലേക്ക്. സമയം തന്നില്ല. അവർ പേപ്പർ മേടിച്ചിട്ട് പോയി. സ്പെല്ലിങ് മൊത്തം തെറ്റിച്ചു. എനിക്ക് മാർക്കൊന്നും ഉണ്ടാവില്ല, ഞാൻ ജയിച്ചാൽ പറയാം ജയിച്ചെന്ന്. പക്ഷേ ഇവളുടെ റിസൾട്ട് വന്നപ്പോൾ 90% മാർക്കോടെ ഇവൾ പാസ്സായി. ഞങ്ങൾക്ക് വരെ അത്ഭുതമായിരുന്നു. ഇത്ര മാർക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാ ദിവസവും സ്കൂളിൽ പോയി എന്ന പിള്ളേർക്ക് പോലും ഇത്ര മാർക്കുണ്ടായിരുന്നില്ല. അടുത്ത സാക്ഷ്യം, എനിക്ക് 10 വർഷമായി തലവേദന ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഫസ്റ്റ് പ്രാർത്ഥിച്ചത് അതാണ്, എൻ്റെ തലവേദന മാറ്റിത്തരണം. ഞാൻ ഡോക്ടറെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല.
കാലത്ത് എഴുന്നേറ്റ് വരുന്നത് തലവേദനയോട് കൂടിയാണ്. എങ്കിലും എനിക്കിപ്പോൾ ആ തലവേദനയില്ല. തലവേദന പൂർണ്ണമായി മാതാവ് എടുത്തു മാറ്റി. അതുപോലെ ഞാൻ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം കൊണ്ടുവന്ന് ഞങ്ങളുടെ ചർച്ചിൽ എൻ്റെ വീട് വാൽപ്പാറയാണ്. അവിടെ പോണ വഴിയൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് എല്ലാ മാസവും ഞങ്ങളൊരു നിശ്ചിത തുക മാറ്റിവെച്ച് പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്കൊന്നും പോവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിൽ പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാന മുടങ്ങാണ്ട്, ഞാൻ മാത്രമല്ല എൻ്റെ മോള് എൻ്റെ കൂടെ വരും. കയ്യിൽ കെട്ടുണ്ടെങ്കിലും അതും വെച്ചിട്ട് അവൾ വരുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാന മുടങ്ങാതെ പോകുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയും അതിനുശേഷം ഞങ്ങൾ മരിയൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും അനറ്റിൻ്റെ കയ്യിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിലെല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയും അതേപോലെ ബൈബിൾ വായന അതെല്ലാം ഞങ്ങളിപ്പോൾ മുടങ്ങാണ്ട് എത്തിക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മേ മാതാവിനും കോടാനുകോടി നന്ദി. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 21 6 തിരുവചനം പറയുന്നു, യേശു പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഈശോ പറഞ്ഞതനുസരിച്ചാണ് ശിഷ്യന്മാർ തങ്ങളുടെ വലയെറിഞ്ഞത്. രാത്രി മുഴുവനും പരിശ്രമിച്ചിട്ടും അവർക്ക് മീനൊന്നും കിട്ടാതിരുന്ന ഒരവസ്ഥയിൽ യേശു വന്ന് അവരോട് പറഞ്ഞു. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഫിഷർമാൻ മുക്കുവരായിരുന്നു. അവരോട് ഈശോ വന്ന് പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾ വലതുവശത്ത് വലയിടുക. അപ്പോഴാണ് അവർക്ക് 153 മീൻ വല നിറയെ, വല കീറുന്നത് പോലെയുള്ള അത്രമാത്രം മത്സ്യം അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു. അതുപോലെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. ഈ കൊച്ചുമകളുടെ കൈ 2 വർഷമായിട്ട് വിരലുകളെല്ലാം ഒടിഞ്ഞ സ്ഥിതിയിലായിരുന്നു, ഒടിഞ്ഞിരിക്കുകയായിരുന്നു. കൽത്തൂൺ കയ്യിലേക്ക് വീണ് കൈ ഒടിഞ്ഞ് 2 വർഷമായിട്ട് അവൾ വളരെ ബുദ്ധിമുട്ടിയാണ് സ്കൂളിൽ പോയിരുന്നത്. പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, എഴുതാൻ സാധിക്കുന്നില്ലായിരുന്നു. നമ്മൾ ആ ഫോട്ടോ കണ്ടതുപോലെ അവളുടെ കൈയിൻ്റെ 2 സ്റ്റേജ് അങ്ങനെയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുൻപുള്ള കൈയും അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കൂടാതെ അവർ പുറത്ത് വന്നപ്പോഴുള്ള കൈയും എങ്ങനെയായിരുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ ഡോക്ടർ ഈശോ ആയിരുന്നെന്ന് അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തി അനസ്തേസിയ കൊടുത്തതിന് ശേഷമുള്ള ഒരു സീനാണിത്. ഡോക്ടേഴ്സിന് പോലും അത് അത്ഭുതമാണ്, ഈ കൈ എങ്ങനെ ശരിയായി. പിന്നീട് ഈ മകൾ ഈ കൈ കൊണ്ട് തന്നെ പരീക്ഷ എഴുതിയാണ് ഓപ്പറേഷന് പോകുന്നതിന് മുൻപ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ തന്നെ ഈ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അവർ പെട്ടെന്ന് പേപ്പർ വാങ്ങുന്നു. ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ +2 മകളുടെ സ്കോർ 90%. ഇതൊരു അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല. എത്ര ബുദ്ധിയുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര സാമർഥ്യമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നിറയാതെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടാതെ, ഈശോയുടെ സാമീപ്യം കൂടാതെ, ഈശോയുടെ സ്പർശനം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ ആ വചനമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. മുക്കുവർ അവൻ പറയുന്നത് പോലെ ചെയ്തതുകൊണ്ടാണ് ഈ കൊച്ചുമകൾക്കൊരു സ്വപ്നമുണ്ടാവുകയും ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവരുടെ വിശ്വാസം പോലെ അവരുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഈശോയിൽ അധിഷ്ഠിതമാണ്. ഈശോയ്ക്ക് വേണ്ടിയാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തനിക്കുള്ള ജീവിതാനുഭവങ്ങൾ, യേശുവുമായിട്ടുള്ള ബന്ധം, ഇവർ ആദ്യമൊക്കെ കുർബാന, ഒരു നല്ല കാത്തലിക് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണം, കുടുംബ പ്രാർത്ഥന ചെയ്യണം. ഇന്നതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി, ഒരു ക്രമമായി, തങ്ങൾക്കിതുകൂടാതെ ജീവിക്കാൻ ഇനിയൊരു വേറൊരു രീതിയില്ല എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് വലിയൊരു കയ്യടി നൽകി ഇവരുടെ സാക്ഷ്യത്തിനായി നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.